أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي يسر ولا تعسر ربي زدنا علما وحلما وفهما إن شاء الله നമ്മള് പുതിയൊരു സബ്ജക്റ്റ് ആരംഭിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് പുതിയൊരു സബ്ജക്റ്റ് അല്ല. നമ്മള് നമ്മുടെ ഒരു 1-2 വർഷം മുമ്പ് ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു വിഷയം പഠിച്ചിരുന്നു. അതില് ഖുർആൻ പാരായണ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച്, ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഇൻഷാല്ല കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബാക്കി ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് ഇൻഷാല്ല ഉണ്ടായിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠന വിഭാഗങ്ങൾ, പഠന ശാസ്ത്രങ്ങള് ഇസ്ലാമിക പഠനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. അതിൽ തന്നെ ഉലൂമുൽ ഹദീസിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തായിരുന്നു, ഏതുമായി ബന്ധപ്പെട്ട ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഉലൂമുൽ ഹദീസ്. അപ്പൊ ഉലൂമുൽ ഖുർആനും സ്വാഭാവികമായിട്ടും അത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് ചർച്ചകളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്യുന്ന ഒരു പഠന വിഭാഗമാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് അതിനെ മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനമായിട്ടും അതിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ തഫ്സീറിലേക്ക് വരാം നമുക്ക്. കാരണം തഫ്സീർ എന്നുള്ളതിലൂടെയാണ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അത് ചർച്ച ചെയ്യാൻ കാരണമാവുന്നത്. ഖുർആൻ കേവലമായിട്ടൊരു പാരായണം ചെയ്യുക അല്ലെങ്കിൽ അൽ മുതഅബ്ബദു ബി തിലാവത്തിഹി, അത് പാരായണം ചെയ്യുന്നതുകൊണ്ട് അതിന് പുണ്യം ലഭിക്കുന്നതാണ്. അത് അതിന്റെ താരീഫിൽ തന്നെ, അതിന്റെ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിന്റെ കുറച്ചുകൂടി പിന്നെ വിശാലമായിട്ടുള്ള ആശയതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിലെ ആശയങ്ങൾക്ക് ഒരു അതിന്റെ പിന്നാമ്പുറങ്ങളെ കുറിച്ച്, അത് അവതരിക്കപ്പെട്ട സാഹചര്യത്തെ കുറിച്ച്, അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ഓരോ വാക്കുകളുടെ അർത്ഥത്തെ കുറിച്ച്, അത് ആ കാലഘട്ടത്തിലെ ആളുകൾ ഏതർത്ഥത്തിലായിരുന്നു മനസ്സിലാക്കിയത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് മിക്കവാറും തഫ്സീറുകളിലായിരിക്കും. അപ്പോ ആ തഫ്സീറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തഫ്സീറുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട് ആയിട്ട് വരും. ഖുർആനെ ഒരു ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അതിന്റെ ആശയ തലങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതോടനുബന്ധിച്ച് കൊണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻഷാല്ല നമ്മൾ ഈ ഒരു പഠന ശാസ്ത്രത്തിലൂടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അപ്പോൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇൻഷാ അള്ളാഹ്. അപ്പൊ അതില് ഇന്ന് നമ്മൾ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് ഇൻഷാ അള്ളാഹ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എപ്പോഴും ഈ പറഞ്ഞതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമായിരിക്കുകയില്ല. ഇൻഷാല്ല ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇന്നത്തെ ചെറിയൊരു പ്രയാസം കൊണ്ട് ആദ്യം റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് വിടുകയാണ്. ഇനിയും അത് വൈകിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അതില് ഒന്നാമതായിട്ട് നമ്മൾ ഇൻഷാല്ല ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തഫ്സീറുകളുടെ ആവശ്യം എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഇനങ്ങൾ എന്താണ്. ഇതിൽ തന്നെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ക്ലാസ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. മുൻപത്തെ നമ്മുടെ ഉലൂമുൽ ഖുർആന്റെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 4-മത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്. തഫ്സീറുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് തഫ്സീറുകളെ അതിന്റെ ഡീപ്പർ ലെവലിലേക്കൊന്നും പോയിട്ടില്ല എങ്കിലും അതിന്റെ പേരും അതിന്റെ ഓതറും
ഏത് കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു, വ്യത്യസ്ത അനുവാദങ്ങളെ കുറിച്ച്. പക്ഷെ അതിൽ തന്നെ എന്താണ് ഈ ഒരു തഫ്സീറിന്റെ ആവശ്യം എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ള വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൂടുതൽ ഡിസ്കഷൻ നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഇൻഷാ അള്ളാ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് നോക്കാം. കുറച്ച് ടെക്സ്റ്റുകൾ അങ്ങനെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാ. അത് എല്ലാം നിങ്ങൾ വായിക്കുകയും അർത്ഥം വെക്കുകയൊന്നും ചെയ്യണമെന്നില്ല. അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി ഇൻഷാ അള്ളാ. അപ്പൊ ഇതില് തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് തഫ്സീറു അൽ ഹാജത്ത് ഇലൈഹി വമൻസിലത്തുഹു, തഫ്സീറു അതിന്റെ ആവശ്യവും അതിന്റെ സ്ഥാനവും. രണ്ടാമത്തേത് ബൈന തഫ്സീർ ബിൽ മഅ്സൂർ വ തഫ്സീർ ബിൽ റഅയി. തഫ്സീർ ബിൽ റഅയി എന്താണ്, മഅ്സൂർ എന്താ, തഫ്സീർ ബിൽ മഅ്സൂർ എന്താണ്, അത് രണ്ടിനിടയിൽ നമ്മുടെ സ്ഥാനം എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ തഫ്സീറിന്റെ ആവശ്യത്തെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ തഫ്സീറിലേക്ക് വരികയാണെങ്കിൽ എന്താണ് തഫ്സീർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നുള്ളതാണ്. തഫ്സീർ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഭാഷാർത്ഥം നോക്കുകയാണെങ്കിൽ തബീൻ വൽ ഇദാഹ്. അപ്പോ അതിന് തബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, ഇദാഹ് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ എല്ലാ സ്പഷ്ടമായിട്ട് പറയുക എന്നൊക്കെയാണ് ഇദാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അള്ളാഹ് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാ യഅ്തൂനക ബിമസലി ഇല്ലാ ജിഅ്നാക ബിൽ ഹഖ് വഅഹ്സന തഫ്സീറ. അവര് പിന്നെ താങ്കളുടെ അടുക്കല് ഒരു ഉദാഹരണം, ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യില്ല, വരികയില്ല, ഞാൻ താങ്കൾക്ക് അതിന്റെ ഏറ്റവും നല്ല വിശദീകരണം നൽകിയിട്ടല്ലാതെ. ഔ ഇല്ലാ ജിനാക്ക, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരും, ബിൽ ഹഖി, സത്യവുമായി, അതിന്റെ യാഥാർത്ഥ്യവുമായി, അഹ്സന തഫ്സീറ, അതിന്റെ ഏറ്റവും നല്ല വിശദീകരണവുമായി. അതായത് ബയാനൻ ഓ തഫ്സീലൻ, അതിനെ വ്യക്തമാക്കുകയും ചെയ്യുക, വിശദീകരിക്കുകയും ചെയ്യുക എന്നാണ് അവിടെ അർത്ഥം വെക്കുന്നത്, അല്ലെ അർത്ഥം പറയാൻ പറ്റുക. അത് ഫസർ എന്ന് പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, തഫ്സീർ വന്നിട്ടുള്ളത്. ഫസറ എന്ന് പറഞ്ഞ വാക്ക്. ഇബാനത്ത് വൽ കശ്ഫ് എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. ഇബാന എന്ന് പറഞ്ഞാൽ കശ്ഫ് എന്ന് പറഞ്ഞ ഒരു സംഗതി വെളിവാക്കുക, മറനീക്കുക, വെളിവാക്കുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഇബാനത്ത് എന്ന് പറഞ്ഞാലും അതന്നെ, പുറത്തു കൊണ്ടുവരിക, വെളിച്ചത്ത് കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥം. ഡിക്ഷണറിയിൽ അതിന് പിന്നെ കശ്ഫുൽ മുഗത്ത, മൂടിക്കിടക്കുന്നതിനെ വെളിവാക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബഹറുൽ മുഹീത്തിൽ അതിന് പിന്നെ തഫ്സീർ അല തഅരിയ. തഅരിയ എന്ന് പറഞ്ഞാല് അതിന്റെ പിന്നെ വസ്ത്രങ്ങള് എന്ന് പറഞ്ഞാൽ അതിനെ മൂടിക്കിടക്കുന്ന എല്ലാത്തിനെയും എന്ത് ചെയ്യുക, മാറ്റിയിട്ട് അതിന്റെ ഉള്ളിലുള്ളത് പുറത്ത് കൊണ്ടു കാണിക്കുക, നഗ്നമാക്കുക എന്നൊക്കെ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഫസർത്തു അൽ ഫറസ് എന്ന് പറഞ്ഞാല് അതിനെ അറൈത്തുഹു, അതിനെ എന്താ പറയാ, എല്ലാവർക്കും കാണുന്ന രീതിയിൽ അതിനെ കാണിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു സംഗതി വെളിവാക്കുക, അതിനെ വ്യക്തമാക്കുക, അതിന്റെ മൂടിക്കിടക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ മറനീക്കി പുറത്തു കൊണ്ടുവരിക എന്നൊക്കെയാണ് ഈ തഫ്സീർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥങ്ങളിൽ വരുന്ന ഭാഷാർത്ഥങ്ങൾ. ഓക്കെ, ഇനി അതിന്റെ ഒരു പിന്നെ ആന്തരികമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഇസ്തിലാഹിയായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ومن هنا يتبين لنا أن التفسير يستعمل لغة في الكشف الحسي كما ذكرت ثعلب وهو الكشف المعنوي. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഷാപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ ഒരു നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ അതിനെ വെളിവാക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാല് പിന്നെ തഫ്സീറുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പിന്നെ മഅനവിയായിട്ടുള്ള അതിന്റെ അർത്ഥതലത്തിൽ അതിനെ വെളിവാക്കുന്ന ഒന്നാണ്. അതായത് ബിൽ ഇബാനത്തി അനിൽ മആനി അൽ മഅഖൂല മിൻ വറാഇൽ കലാം, ഒരു സംസാരത്തിന്റെ പിന്നില് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അർത്ഥങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് പിന്നെ ഒരാളുടെ സംസാരമോ വാക്കോ എഴുത്തോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് വായിക്കുമ്പോൾ അതിന്റെ ബാഹ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അതിൽ നിന്നും പിന്നെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില അർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു സംഗതിക്കാണ് അത് പറയാന്ന് പിന്നെ
ഒരു പണ്ഡിതന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആഹ് അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി അതിന്റെ ഒരു ഇസ്തിലാഹ് നോക്കണം. അമ്മ തഫ്സീറു ഫിൽ ഇസ്തിലാഹ് أظهر ما ذكر فيه ما نقله الحافظ السيوطي. ഹാഫിദ് അസ്സുയൂത്തി ഇമാം സർക്കഷിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് വരുന്ന ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത് അതിൽ പറയുന്നത്. അപ്പോ അതെന്താണ്? ഇൽമുൻ യുഫ്ഹമു ബിഹി കിതാബ് അല്ലാഹിൽ മുനസ്സൽ على نبيه محمد وبيان معانيه واستخراج حكمه وأحكامه. علم يفهم به كتاب الله المنزل على نبيه محمد. അള്ളാന്റെ കിതാബാണ് അല്ലെ. ആ കിതാബിനെ കുറിച്ചിട്ടുള്ള എന്ത് ചെയ്യാണ് മനസ്സിലാക്കലാണ്. ഇൽമുൻ ഒരു അറിവാണ്, ഒരു പഠനമാണ്, ഒരു പഠനശാസ്ത്രമാണ്. യുഫ്ഹമു ബിഹി അതിനുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നു. കിതാബ് അള്ളാന്റെ ഗ്രന്ഥം മനസ്സിലാക്കപ്പെടുന്നു. അൽ മുനസ്സൽ അലാ നബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരിലേക്ക് ഇറക്കപ്പെട്ടതായിട്ടുള്ള. വബയാനു മആനിഹി അതിന്റെ അർത്ഥങ്ങളെ വ്യക്തമാക്കുന്നു. വസ്തിഖ്റാജു ഹികമിഹി വഅഹ്കാമിഹി അതിലുള്ള നിയമങ്ങളും അതിന്റെ ഗുണപാഠങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്ത് തഫ്സീർ എന്ന് ഇമാം ഹാഫിദ് അസ്സുയൂത്തി ഇമാം ജർക്കഷിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞാല് ഇൽമുൻ യബ്ഹസു ഫീഹി അൻ അഖ്വാലിൽ ഖുർആനിൽ മജീദ് മിൻ ഹൈസു ദലാലതിഹി അലാ മുറാദില്ലാഹി തആല ബിഖദ്രി ത്വാഖത്തിൽ ബശരിയ. മനുഷ്യന്റെ ഒരു കഴിവനുസരിച്ചുകൊണ്ട്, മനുഷ്യന്റെ ത്വാഖാൽ ബശരിയ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഖുവത്ത്, മനുഷ്യന്റെ ഒരു കഴിവ്, ആ കഴിവിനനുസരിച്ചുകൊണ്ട് ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ഇന്നഹു ഇൽമുൻ യബ്ഹസു ഫീഹി ഒരു പിന്നെ പഠന വിഭാഗമാണ്, അതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അൻ അഖ്വാലിൽ ഖുർആനിൽ മജീദ് ഖുർആന്റെ വാക്കുകളെ മിൻ ഹൈസു ദലാലതിഹി അലാ മുറാദില്ലാഹി തആല അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് എന്നതിലേക്ക് എത്തുവാൻ വേണ്ടി അതിന്റെ ഓരോ തെളിവുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു പഠിക്കുന്ന ഒരു മേഖലയാണ് തഫ്സീർ എന്ന് പറയുന്നത്. എന്തായാലും ഇത് മനുഷ്യന്റെ ഒരു കഴിവിനനുസരിച്ച് മാത്രമേ എന്തെന്നാലും അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പിന്നെ തഫ്സീർ എന്നുള്ള വാക്കും അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് തഅ്വീൽ എന്നുള്ളത്. അപ്പോ ഈ രണ്ട് വാക്കുകൾക്കിടയിൽ പലപ്പോഴും എന്തുണ്ട്, പിന്നെ രണ്ടും ഒരേപോലെ തന്നെയാണ് എന്നാണ് പൊതുവിൽ അഭിപ്രായമെങ്കിലും അതിലുള്ള ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. തഅ്വീൽ എന്ന് പറഞ്ഞാലും തഫ്സീർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചാല് ഭാഷയില് നമുക്ക് പിന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഭാഷയിൽ ഒരിക്കലും ഒരു വാക്കിന്റെ മുത്തറാദിഫായിട്ട് മറ്റൊരു വാക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഓരോ വാക്കുകൾക്കും അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സന്ദർഭമോ അതിൻ്റെതായിട്ടുള്ള ചില അർത്ഥങ്ങളോ കൃത്യമായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തഫ്സീർ തഅ്വീല് ഒരേപോലെയുള്ള അർത്ഥങ്ങളാണെങ്കിലും അതിന്റെ സൂക്ഷ്മമായ തലത്തിലേക്ക്, അതിന്റെ ഒരു ഡീപ്പ് ഫ്രെയിമിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത ആശയങ്ങൾ അതിലുണ്ട് എന്ന്, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള സന്ദർഭങ്ങളിലാണ് അത് ഉപയോഗിക്കേണ്ടി വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ പിന്നെ അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്ന നേരം അന്ന ത്വായിഫത്തുൻ മിനൽ ഉലമാ ഖാലു ഒരു വിഭാഗം പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞത് ഹുമാ മഅനൻ വാഹിദ് هما معنى واحد وهذا هو الشائع عند المتقدمين من علماء التفسير. രണ്ടിനും ഒരേ അർത്ഥമാണ്, അതാണ് പഴയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. وقال بعضهم ചില ആളുകൾ പറയുന്നു التفسير أعم من التأويل. തഫ്സീർ കുറച്ചും കൂടി ആമാണ്, പൊതുവായിട്ട് പറയുന്നതാണ്. തഅ്വീലിനേക്കാൾ എന്താണ് തഫ്സീർ ഒന്നും കൂടി പൊതുവായിട്ടുള്ളത്, ആമാണ്. وأكثر ما يستعمل التفسير في الألفاظ. ഏറ്റവും കൂടുതൽ തഫ്സീർ ഉപയോഗിക്കുന്നത് വാക്കുകളിലാണ്. എന്ന് പറഞ്ഞാല് ഓരോ വാക്കുകൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ തഫ്സീർ എന്ന് പറയുന്നു. വതഅ്മീൽ ഫിൽ മആനി. എന്നാല് തഅ്വീൽ എന്ന് പറയുന്നത് അത് നമുക്ക് ആശയങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഇങ്ങനെയാവാം അല്ലെങ്കിൽ അങ്ങനെയാവാം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ്. മറ്റേത് ഓരോ വാക്കുകൾക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിനെ തഫ്സീർ എന്ന് പറയും. തഅ്വീൽ റുഅ്യ, ഉദാഹരണം പറയുകയാണെങ്കിൽ അത് പിന്നെ നമ്മള് സ്വപ്നം വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സ്വപ്നത്തെ മുഴുവനായിട്ട് ആ ഒരു
ആശയത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അപ്പൊ അതൊരു ഉദാഹരണം പറയാം, തഅ്വീലു റുഅ്യ എന്നുള്ള. അപ്പൊ ആ ഒരു വ്യത്യാസം അവിടെ. വേറെ കുറച്ച് ആളുകൾ അതിനെ കുറിച്ച് പറഞ്ഞത് വഖാല അല അൽ മുറാദി മിനൽ എന്ന അർത്ഥാണ്. അതിനെ മുറിച്ച് ശരിയാക്കുക എന്ന് പറഞ്ഞാല് അർത്ഥം മുറിച്ച് പറയാന്നൊക്കെ പറയല്. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഈ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് കൃത്യമായിട്ട്. തഅ്വീലു തർജീഹു അഹ്ദൽ മുഹ്തമലാത്ത്. തഅ്വീൽ എന്ന് പറഞ്ഞാല് ഇന്നെന്ന ആശയങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഇന്നതാണ് മുന്തി നിൽക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്ന ഒരു രീതിക്കാണ് എന്ത് പറയുന്നത്, തഅ്വീൽ എന്ന് പറയുന്നത്. പിന്നെ വേറെ ചില ആളുകൾ പറഞ്ഞത് അൽ കലാമു ഫി അസ്ബാബി നുസൂലിൽ ആയത്തി വശഅനിഹ വഖിസ്സത്തി. തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. തഫ്സീറു അൽ കലാമു ഫി അസ്ബാബി നുസൂലിൽ ആയത്തി വശഅനിഹ വഖിസ്സത്തിഹ. ഈ തഫ്സീർ എന്ന് പറയുന്നത് പിന്നെ ഖുർആന്റെ അവതരണ കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഓരോ ആയത്തുകളുടെയും അസ്ബാബ് നുസൂലുകൾ, അതിന്റെ കാരണം, അതിന്റെ കഥകളൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് തഫ്സീർ എന്ന് പറയുന്നത്. തഅ്വീൽ എന്ന് പറഞ്ഞാൽ ഹുവ സർഫുൽ ആയത്തി ഇലാ മഅന മുഹ്തമൽ. തഅ്വീൽ എന്ന് പറഞ്ഞാൽ ഒരായത്ത് അതിന്റെ ഉള്ളിലുള്ള ആശയത്തെ കൃത്യമായിട്ട് പറയുന്നതിനാണ് എന്താ പറയുന്നത്, അല്ലെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരാശയത്തെ പുറത്തു കൊണ്ടുവരുന്നതാണ്. യുവാഫിഖു മാ ഖബ്ലഹ വ മാ ബഅദഹ. അപ്പൊ ഒരായത്ത് എടുക്കുമ്പോൾ ആ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ളതും ശേഷവുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആയത്തിന്റെ വിശദീകരണം, അതിന്റെ ആശയം ഇന്നതായിരിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് തഅ്വീൽ എന്ന് പറയുന്നു. അത് എന്തുകൂടി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഗൈറു മുഖാലിഫ് ലിൽ കിതാബി വസുന്ന. ഈ പറയുന്ന ആശയം ഖുർആനോ അല്ലെങ്കിൽ സുന്നത്തിനോ എതിരാവാൻ പാടില്ല. അതിന് എതിരാവാത്ത രീതിയിലുള്ള ആശയങ്ങളായിരിക്കും. അൻ തരീഖൽ ഇസ്തിംബാത്ത്, അവരുടെ പിന്നെ ഈ പറഞ്ഞ ഇസ്തിംബാത്ത് നടത്തിക്കൊണ്ട് ആ വിഷയത്തിൽ ഗഹനമായി പഠിക്കുകയും അപഗ്രഥനം നടത്തുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് ആശയം മനസ്സിലാക്കിയിട്ടുള്ളത് പറയുന്നു, അതിനങ്ങനെ പറയുന്നു. വേറെ ചില ആൾ പറയുന്നത് തഫ്സീറു മാ യതഅല്ലഖു ബിർറിവായ വതഅ്വീലു മാ യതഅല്ലഖ് ബിദ്ദിറായ. അപ്പൊ തഫ്സീർ എന്നുള്ളത് പിന്നെ റിവായത്തുമായിട്ട് ബന്ധപ്പെട്ടതും, തഅ്വീൽ എന്ന് പറഞ്ഞാല് ദിറായയുമായി ബന്ധപ്പെട്ടതും എന്ന് ചില ആളുകൾ പറയുന്നു. ഇപ്പോ റിവായ എന്ന് പറഞ്ഞാൽ അതില് പിന്നെ ഓരോ ആയത്ത് അത് ഉദ്ധരിച്ചല്ലെങ്കിൽ അത് പിന്നെ അതിന്റെ ഒരു പിന്നെ ക്രോഡീകരണോ അല്ലെങ്കിൽ റാവിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതിനാണ് റിവായത്ത് തഅല്ലഖു ബിർ റിവായ എന്ന് പറയുന്നത്. ദിറായ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഒരു ഉദ്ധരണിയും എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഹദീസിൽ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി ആണ് ഈ പറഞ്ഞ റിവായത്തും ദിറായത്തും. അപ്പോൾ തഫ്സീറിലേക്ക് അത് വരുമ്പോൾ യഥാർത്ഥത്തിൽ തഫ്സീറിൽ അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് الرواية في التفسير تعتمد على النقل عن النبي صلى الله عليه وسلم أو الأئمة. പ്രവാചകരിൽ നിന്ന് അത് താബി സഹാബി വരലും താബിയിലൂടെയൊക്കെ കടന്നു വരുമ്പം ഉണ്ടാകുന്ന ആ ഒരു പിന്നെ ശ്രേണിയെ കുറിച്ച് പറയുന്നതിനാണ് റിവായ എന്ന് പറയുന്നത്. എന്നാല് ദിറായ എന്ന് പറഞ്ഞാല് അൽ ഫഹമുൽ അമീഖ് വൽ ഇജ്തിഹാദ് ലിൽ ഇസ്തിആബി മഅനൽ ഹഖീഖി എന്നുള്ളതാണ്. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ ദിറായ എന്നുള്ള ഒരു ഭാഗത്തെ ഉദ്ദേശിക്കുന്നത്. അപ്പം തഫ്സീർ എന്നുള്ളത് കൂടുതൽ റിവായത്തുമായി അതിന്റെ പിന്നെ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അത് അനുബന്ധമായിട്ടുള്ള ഹദീസുകൾ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതാരാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നെന്ന സഹാബിമാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് റിവായത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. എന്നാൽ അതിനെ ഇന്നെന്ന ആശയങ്ങളിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അല്ല ഇന്നെന്ന സന്ദർഭങ്ങളിലേക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് എന്ത് ദിറായ എന്ന് പറഞ്ഞത്. അഥവാ അതാണ് കൂടുതൽ തഅ്വീൽ. അപ്പൊ ഈ ഒരു വ്യത്യാസമാണ് തഅ്വീലും തഫ്സീറും ഉള്ളത്. നമുക്ക് അതിനൊന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുക വാക്കുകൾ അതിന്റെ ആശയങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതിയിലേക്കാണ് തഫ്സീർ വരുന്നത് എങ്കിൽ അതിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി തഅ്വീൽ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ. എന്നാൽ കോമൺ ആയിട്ട് നമുക്ക് അതിന് രണ്ടിനെയും തഫ്സീർ അഥവാ ഖുർആന്റെ വിശദീകരണം എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒരു
ഇപ്പൊ നമ്മൾ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ അഭിപ്രായങ്ങളിൽ ഒന്ന് തന്നെ ശരിയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ശാഠ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യണം, ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുകയും പറയുകയും ചെയ്യാവുന്നതാണ്. എന്നാല് തഅ്വീൽ എന്നുള്ളത് ഇൽമുൽ ഉസൂല് ഇൽമുൽ കലാമിലൊക്കെ അത് അർത്ഥങ്ങൾ അത് വേറെ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വഹുവ സർഫുൽ ലഫ്ദി അൻ ലാഹിരി മഅനാഹു ഇലാ മഅന ആഖിറിൻ ലിഖരീനത്തിൻ. ഒരു ഒരു അതിലേക്കുള്ള ഒരു സൂചന ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്കിനെ ആ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഒറ്റയടിക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ വേറെ പല രീതിയിലും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നതിലേക്ക് എന്ത് ചെയ്യുന്ന ചർച്ചകൾ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്ത് ഈ പറഞ്ഞ തഅ്വീൽ എന്നുള്ളത്. ഒന്ന് അതിനെ പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് എന്നുള്ള രീതിയിൽ അതിന് മനസ്സിലാക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഇപ്പൊ ഭാഷയില് തഫ്സീർ, അതിന്റെ അർത്ഥം, ഇത് വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി എന്തിനാണ് തഫ്സീർ, അല്ലെ തഫ്സീറിന്റെ ആവശ്യമുണ്ടോ ഇപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ പറഞ്ഞ ചോദ്യം എന്നുള്ളത്. ഖുർആൻ നമുക്ക് മുമ്പിലുണ്ട്, നമുക്ക് മുമ്പില് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും മതിയല്ല നമുക്ക് പ്രമാണങ്ങളായിട്ട്. അതുകൂടാതെ നമുക്ക് എന്തിനാണ് ഈ പറഞ്ഞ പൗരാണിക ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തഫ്സീറുകളുടെ ഒക്കെ ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒന്നാണ്. മൽ ഹാജത്ത് ഇല തഫ്സീർ വൽ ഖുർആനു കിതാബൻ മുബയ്യൻ കമാ സമ്മാഹു അല്ലാഹു. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ എന്താണ്, ഏറ്റവും മുബീനായിട്ടുള്ള ഗ്രന്ഥമാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞിട്ട്. അപ്പൊ അതന്നെ മതിയല്ലോ. വഹുവ മുയസ്സറുൻ ലിദിക്രി വൽ ഫഹ്മി കമാ ഖാല തആല. അതുപോലെ തന്നെ അത് ഈസിയാണ്. ഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. എന്നാല് അതിന്റെ ഉത്തരം എന്താന്ന് പറഞ്ഞാൽ അന്നല്ലാഹ തആല ഖാല അൻ ഹാദൽ ഖുർആൻ റസൂലിഹിൽ കരീം വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ. തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, താങ്കൾക്ക് നാം ഇതിനെ ഇറക്കി തന്നിരിക്കുന്നു. അപ്പൊ അത് എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ മുസ്ഹഫില് എന്തൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, ഉസൂലു അൽ അഖീദ, വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ, അഖീദ എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖവായിദു ശരീഅ, നിയമങ്ങൾ, ഇസ്ലാമിലെ എല്ലാവിധ നിയമവ്യവസ്ഥകളിലും ആവശ്യമായിട്ടുള്ള നിയമങ്ങളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സുലൂക്ക്, സ്വഭാവ മര്യാദകളിൽ നമ്മൾ നേടിയെടുക്കേണ്ട എല്ലാ ഗുണവിശേഷണങ്ങളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വർഷദയിലെ അഖ്വാമിൽ മനാഹിജ് ഫി അൽ ഫിക്രി വൽ അമൽ, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രന്ഥം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വലാകിന്നഹു, പക്ഷെ ലം യതളമ്മൻ തഫ്സീലാത്തുൻ ഫി ഹാദിഹിൽ ഉമൂർ, ഈ വിഷയങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നിട്ടില്ല. എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിലും അത് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിലിങ്, അതിന്റെ ഒരു വിശദീകരണം തഫ്സീലായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഈ ഗ്രന്ഥത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനെ അള്ളാഹു വളരെ സ്പഷ്ടവും ചുരുക്കവുമായിട്ട് നമുക്ക് അവതരിപ്പിച്ചതാണ്. അത് ആർക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്, ഓരോരോ സന്ദർഭത്തിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ ഉഖൂലിൽ മുസ്ലിമീന അഹ്യാനൻ, ചിലപ്പോൾ അത് സത്യവിശ്വാസികളുടെ മുഴുവൻ മനസ്സുകൾക്ക് വിട്ടു നൽകുകയാണ്. വല ഗർവ അൻ യഹ്താജ കസീറും മിൻ അൽഫാദിൽ ഖുർആൻ വജുമലിഹി ഇലൽ ബയാൻ വത്തഫ്സീർ വലാ സിയമാ മഅ ഇസ്തിഖ്ദാമിഹി കസീറൻ ലിഉസ്ലൂബിൽ ഇജാസ്. അതേപോലെ തന്നെ അതിലെന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അത് എന്ത് ചെയ്യണമെന്നില്ല, ഒരേപോലെ മനസ്സിലാവണമെന്നില്ല. ഈ പറഞ്ഞ പൊതു മുസ്ലിങ്ങൾക്ക് അവരുടെ അഖലുകൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നെ അതില് കുറച്ച് സംഗതികൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും. ولا سيما مع استخدام الكثير للأسلوب الإيجاز الذي يجمع المعاني الجمة في ألفاظ قليلة. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതും പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാക്കിക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. ثم إن القرآن قد نزل بلسان العرب على ما فيه من تنوع الدلالات. അതേപോലെ തന്നെ അത് അറബി ഭാഷയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിലെന്തിട്ടുണ്ട്, ഒരുപാടുള്ള
സൂചനകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് പിന്നെ ചുരുക്കി പറഞ്ഞ തസ്രീഹായിട്ട്, അതേപോലെ തന്നെ അതിന്റെ സാഹിത്യമായിട്ടുള്ള പല മേഖലയില് ഒന്ന് പിന്നെ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, അത് യാഥാർത്ഥ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം, ചിലതിനെ ചുരുക്കിയിട്ട് പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, ചിലതിനെ പിന്നെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും, ചിലതിനെ പരത്തിയിട്ട് പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഖാസ് ഉണ്ടാവാം, ആം ഉണ്ടാവും, എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടാവാം. ഏഹ് അതേപോലെ പിന്നെ മുത്തലഖായിട്ടും മുഖയ്യദായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ലഫ്ലിയായിട്ട് മൻതൂഖായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, മഫ്ഹൂമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. മൻതൂഖ് മഫ്ഹൂം എന്നൊക്കെ പറഞ്ഞാല് അത് പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് അതിൽ നിന്ന് ആശയം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ അതിൽ നിന്ന് അതിന്റെ ആശയത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മഫ്ഹൂമായിരിക്കും. മറ്റൊന്ന് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് നുത്ഖ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം. വമാ യഫ്ഹം ബിൽ ഇഷാറത്തി, ചിലത് നമുക്ക് അതിലേക്കുള്ള ഒരു സൂചന മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. വമാ യഫ്ഹമു ബിൽ ഇബാറത്തി, ചിലത് അതിന്റെ ഇബാറത്തിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഉള്ളതും ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പല രീതിയിൽ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോ മനുഷ്യന്മാര് പലരും പല രീതിയിൽ വ്യത്യസ്തപ്പെട്ട ആളുകളാണ്. അപ്പൊ ഭാഷ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഭാഷ അറിയുന്നവരിൽ തന്നെ ഈ പറഞ്ഞ പല വാക്കുകളും അറിയാത്തവരുണ്ടാവും, പല ആശയങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ടാവും. ഒരു സംഗതിയുടെ ബാഹ്യമായ അർത്ഥങ്ങൾ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും, ആന്തരികമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അങ്ങനെ പല ആളുകളും ഈ പറഞ്ഞ ജനങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഇവർക്കൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് എന്തിന്റെ ആവശ്യമാണ്, ഇത് മറ്റൊരാള് ഓരോരോ പിന്നെ ഉം അറിയാത്ത ആളുകൾക്ക് അത് വിശദീകരിച്ച് കിട്ടേണ്ടതുണ്ടാവാം. അങ്ങനെ ആകുമ്പോഴേ അതിന്റെ പൂർണ്ണമായ ആശയങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കേവലമായിട്ട് ഇതിന്റെ വാക്കർത്ഥം പഠിച്ച് ഡിക്ഷണറി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ഹദീസുകൾ മുഴുവനായിട്ട് വായിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഒരു ഖുർആന്റെ പൂർണ്ണമായ ആശയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അതിനെന്തുണ്ട്, ഓരോ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു വന്നിട്ടുള്ള അതിന്റെ അറിവുകൾ, അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു രീതിയും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു താല തൊലബ മിൻഹും തദബ്ബുറുൽ ഖുർആൻ, അതേപോലെ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം നമ്മള്, ഞാനത് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ച ഒരു സംഖ്യയാണ്, തദബ്ബുർ ഖുർആൻ ഉണ്ടാവണം. ഖുർആന് നമുക്ക് കേവലം ഈ പറഞ്ഞ പോലെ ഓതുകയും അതിന്റെ ഒരു അർത്ഥം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അർത്ഥം വായിച്ചു പോവുകയും ചെയ്തുകൊണ്ട് മാത്രം ആവുകയില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനനം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ ആശയം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റീറീഡിങ് നടത്തേണ്ടതുണ്ട്, ഒരു പുനർവായന നടത്തേണ്ടതുണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട്. അഫലായ തദബ്ബറൂന ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹിന്റെ അടുക്കൽ നിന്നല്ലാത്ത ഒരു ഗ്രന്ഥമായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണാമായിരുന്നു എന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ പ്രശ്നങ്ങളില്ല എന്നെപ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കേവലമായിട്ട് നമുക്ക് ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അതിന് തെറ്റുകളില്ല, അത് പരിശുദ്ധമായ ഗ്രന്ഥം എന്നൊക്കെ പറയുവാൻ പറ്റും, അല്ലെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു നടക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് നമ്മുടെ മനസ്സിനെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുകയും വാക്കുകൾ എങ്ങനെയൊക്കെയാണ് ഓരോ ആശയങ്ങൾ ഉൾക്കൊണ്ടത് എന്നുള്ളതിന്റെ അത്ഭുതത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് അത് അതിന്റെ യാഥാർത്ഥ്യത്തിൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ അത് നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് ആവശ്യമായിട്ട് വരും, നമുക്ക് തഫ്സീറിന്റെ ആവശ്യം നമുക്ക് മുമ്പിൽ ഉണ്ടാവും. അപ്പോ പിന്നെ എന്താണ്, നമ്മൾ തദബ്ബുർ എന്നുള്ള വിഷയമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ തദബ്ബുർ നടത്തണമെങ്കിലും എന്ത് ആവശ്യമാണ് നമുക്ക്, നമ്മുടെ മുമ്പിൽ ഇതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സഹായം നമുക്ക് എന്താണ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് തദബ്ബുർ ആവശ്യമാണ് എന്ന് നമുക്ക് ഖുർആന്റെ തന്നെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ലിയദ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമുൻ. ആ ഉദാഹരണങ്ങള് നാം പറയുന്ന ഓരോ ഉദാഹരണങ്ങളും വമാ യഖിലുഹ, അത് മനസ്സിലാക്കുക, ഇല്ലൽ ആലിമുൻ, പണ്ഡിതന്മാരായിട്ടുള്ള അറിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറുൻ, ആ ഉദാഹരണങ്ങൾ നമ്മൾ
പറയുന്ന ഉദാഹരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവർ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ചിന്തയും തദബ്ബറും ഒക്കെ അനിവാര്യമാണ്, ആവശ്യമാണെന്ന് ഖുർആൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമാം തൊബരി പറയുന്നത് വഫി ഹസ്സില്ലാഹി അല വഫി ഹസ്സില്ലാഹി അസ്സ വജൽ عباده على الاعتبار بما في آيات القرآن من المواعظ والبيانات بقوله جل ذكره. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തന്റെ അടിമകളോട് ഖുർആനിലൂടെ ചില സംഗതികൾ പറയുന്നത്, അതിൽ നിന്ന് പിന്നെ അതിന്റെ ഗുണപാഠങ്ങൾ എടുക്കാൻ വേണ്ടി, അതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി അള്ള പറയുന്ന രീതികൾ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിങ്ങളിലേക്ക് ഞാൻ ഇറക്കിയിരിക്കുന്ന ഈ ഗ്രന്ഥം, അൻസൽനാഹു ഇലേക്ക് താങ്കൾക്ക് ഇറക്കി നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ ഗ്രന്ഥം, ലിയദ്ദബ്ബറു അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ, ഈ ഖുർആനിൽ നാം ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഉദാഹരണങ്ങളും നൽകുകയുണ്ടായി. ലഅല്ലഹും യതദക്കറൂന ഖുർആനൻ അറബിയൻ, ഈ അറബിയിലുള്ള ഖുർആൻ അവർ മനസ്സിലാക്കി എങ്കിൽ, ഗൈറ ദി ഇബജിൻ ലഅല്ലഹും യത്തഖൂൻ, ഈ ഒരു വക്രതയുമില്ലാത്ത ഈ ഒരു ഗ്രന്ഥം അവർ മനസ്സിലാക്കാൻ വേണ്ടി, ലഅല്ലഹും യത്തഖൂൻ, അവർ ഒരു പക്ഷെ തഖ്വയുള്ളവരായി തീർന്നേക്കാം. അപ്പൊ അങ്ങനെ തഖ്വയുള്ളവരായി തീരുന്നത് ഒക്കെ, ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ വമ അഷ്ബ ഇതേപോലുള്ള സംഗതികൾ ഖുർആൻ ആയത്തുകൾ വേറെയും കാണാൻ പറ്റും. ഇപ്പൊ ഇമാം തബരി പറയാണ് ഇത്തരത്തിലുള്ള ആയത്തുകളൊക്കെ കാണുന്നത് അല്ലത്തി അമറല്ലാഹു ഇബാദഹു വഹസ്സഹും ഫീഹ, അള്ളാഹ് അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അൽ ഇഅ്തിബാർ ബി അംസാലി അൽ ഖുർആൻ, ഖുർആനിലെ ആശയങ്ങളെ, ഖുർആനിലുള്ള ഓരോ ഉദാഹരണങ്ങളെയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അതിൽ നിന്ന് പാഠം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വലിത്തിയാബു ബിമൗഇളതിഹി ഔ ബിമവാഇളിഹി, അതിന്റെ പിന്നെ പാഠങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ്. വമാ യദുല്ലു അല അന്ന അലൈഹിം മഅരിഫത തഅവീലി മാ ലം യഹ്ജബ് അൻഹും തഅവീലഹു മിൻ ആയ. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാല്, ഇത് നമ്മളൊക്കെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അള്ളാഹ് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാല്, നമുക്ക് മുമ്പിൽ മറയ്ക്കപ്പെട്ട ഒരു സംഗതിയുടെ തഅ്വീൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് പറയുന്നത്. അള്ളാഹ് നിങ്ങൾ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ച ഒരു സംഗതി തന്നെയാണ്. അതെന്തല്ല, വെറുതെ ഒറ്റയടിക്ക് വായിച്ചു പോകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അതിന് ചിന്തയും മനനവും പഠനവും ഗഹനവും ഒക്കെ എന്താണ്, അപഗ്രഥനമൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മായതിലു അല അന്ന, അപ്പൊ അള്ളാന്റെ ഈ ഒരു ഹസ് ഉണ്ടല്ലോ, അള്ളാഹ് പ്രോത്സാഹിപ്പിക്കുന്നത്, അത് എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? യദുല്ലു അല അന്ന അലൈഹി മഅരിഫത തഅവീലി മാ ലം യഹ്ജബ് അൻഹും തഅവീലഹു. മാ ലം യഹ്ജബ് അൻഹും തഅവീലഹു എന്ന് പറഞ്ഞാല് അതിന്റെ തഅവീല് അവർക്ക് മുമ്പിൽ മറയ്ക്കപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ സംഗതികളൊക്കെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തഅ്വീൽ നടത്താനുള്ള അവസരമായിട്ട് തുറന്നു തന്നിട്ടുണ്ട് അള്ളാന്റെ ആയത്തുകളിൽ നിന്ന്. ഓക്കെ, അപ്പോ നമുക്കൊരു സംഗതി പിന്നെ മനസ്സിലാവാത്തൊരു സംഗതി മനസ്സിലാക്കുക എന്ന് കാര്യമില്ലല്ലോ. നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരുപാട് സംഗതികൾ പറഞ്ഞു തരികയും അത് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്നതും ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ അത് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതിന് അംഗീകരിക്കലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇമാം തൊബരി ഉദ്ധരിച്ചിട്ടുണ്ട് സയ്യിദ് ഇബ്നു ജുബൈറിൽ നിന്ന്, മൻ ഖറഅൽ ഖുർആന സുമ്മ ലം യഫസ്സിറുഹു കാന കൽ അഅമ ഔ കൽ അഅറാബി. ഒരു അന്ധനെ പോലെയാണ്. ഖുർആൻ വായിച്ചിട്ട് അതിന്റെ ആശയം ഗ്രഹിക്കാൻ ഒരാൾ നിന്നിട്ടില്ല എങ്കിൽ, അതിനെ മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അയാൾ അന്ധനെ പോലെയാണ്, അല്ലെങ്കിൽ അറാബിയെ പോലെയാണ്. അറാബിയെ പോലെ എന്ന് പറയുന്നത് ഈ വിഷയങ്ങളിൽ എന്താണെന്ന് പഠിക്കുവാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ മുന്നിട്ട് വരാൻ തയ്യാറല്ലാത്ത ഒരാൾ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരാളായിട്ടാണ് അവരെ പരിഗണിക്കാൻ സയ്യിദ് ഇബ്നു ജുബൈർ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളാണ് തഫ്സീറിന്റെ ആവശ്യം വരുന്നത്. ഇനി അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന വരികൾ കൂടി പറയാണ്. ഒന്ന്, വുഖൂഉൽ ഖതഇ ഫി ഫഹമി ആയൽ ഖുർആൻ, ഖുർആൻ ആയത്ത് ഓതുമ്പോ
അതിന്റെ ആശയങ്ങളില് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ അല്ലാതെ മനസ്സിലാക്കുക. ഇപ്പോ ചില വാക്കുകൾ വായിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു അർത്ഥം അങ്ങ് വെക്കും, അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ അതിനൊരു ആശയം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പക്ഷെ തെറ്റ് പറ്റിയേക്കാം. ഇപ്പോ ഫഖദ് ഫഹിമ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദീബിന് ഹാത്തിം അത്തായി റളിയല്ലാഹു പിന്നെ പറയുന്നുണ്ട് മിൻ ഖൗലിഹി തആല വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കും അൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി സുമ്മ അത്തിമു സിയാമ ഇലൽ ലൈൽ എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ടല്ലോ. അപ്പൊ അതില് നിങ്ങൾക്ക് വെളുത്ത നൂല് കറുത്ത നൂല് തമ്മിൽ വേർതിരിക്കുന്നത് വരെ വെളിച്ചം വരുന്ന ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനെ മനസ്സിലാക്കിയത് ഫഹിമ അൽ ഖൈത്തുൽ അബ്യദു വൽ ഖൈത്തുൽ അസ്വദ് അല ഹഖീഖത്തിഹിമ. ഇവിടെ അദ്ദേഹം വെളുത്ത നൂലും കറുത്ത നൂലും അതിന്റെ യാഥാർത്ഥ്യ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് രണ്ടും എടുത്തിട്ട് ഹത്ത അത് അവരുടെ തലയണടിക്കടിയിൽ വെക്കുകയെ അത് എപ്പോഴാണോ രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാവുന്ന ഒരു സമയം, അത്രയും വെളിച്ചം വരുന്ന സമയം എന്നൊക്കെയാണ് അതിനെ മനസ്സിലാക്കി. അപ്പൊ ഹത്ത ബയ്യന റസൂലുള്ളാഹി റസൂൽ റസൂൽ ലഹു, പ്രവാചകർ അദ്ദേഹത്തിന്റെ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ അദ്ദേഹം അങ്ങനെയായിരുന്നു ധരിച്ചത്. എന്താണത്? ബയാദുൻ നഹാരി വസവാദുൽ ലൈൽ. അവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് പകലിന്റെ ആ ഒരു വെളിച്ചം, അതിന്റെ ആ ഒരു വെള്ള കളറിനെ സൂചിപ്പിക്കുന്നതും രാത്രിയുടെ ഇരുട്ടിനെയാണ് കറുത്ത നൂല് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം ആ രീതിയിൽ മനസ്സിലാക്കുക. അതുവരെ അതിന്റെ യാഥാർത്ഥ്യ അർത്ഥത്തിലായിരുന്നു മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ചില വിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തെറ്റ് പറ്റിയേക്കാം. ചില ആശയങ്ങൾ അർത്ഥങ്ങൾ മാത്രം നോക്കി പരിഗണിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ വേറൊരു ഹദീസ് ഉണ്ട് അള്ളാന്റെ പ്രവാചകരുടെ അള്ളാന്റെ പ്രവാചകരുടെ അടുത്ത് ആദ്യ ഈ ഒരായത്തിറങ്ങി, അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആർക്കാണ് ആരാണ് യഥാർത്ഥത്തില് ഹിദായത്ത് ലഭിച്ച ആള്, മുക്തദീങ്ങൾ ആരാണ്, അല്ലെങ്കിൽ അമ്ന് ലഭിച്ചത്, നിർഭയത്തെ ലഭിച്ചത് ആരൊക്കെയാണ് എന്നുള്ള ആയത്തിൽ പറയുന്നത് അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമിന്റെ കളങ്കം വരാതിരിക്കുക, അല്ല ദുൽമിനെ കൊണ്ട് അതിനെ പൊതിയുകയും ചെയ്യാത്ത ആളുകൾ. അപ്പോ സഹാബിമാർക്കൊക്കെ പ്രയാസം വന്നു. കാരണം വെച്ചാൽ ദുൽമ് എന്ന് പറഞ്ഞാല് വളഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹിയാണ്. ഒരു സംഗതി ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതിന് വേണമെങ്കിൽ ദുൽമ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ദുൽമുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു പ്രയാസം അവർക്കൊക്കെ വന്നു. കാരണം അങ്ങനെ അല്ലാത്ത ആളുകൾക്കൊന്നും ഈ പറഞ്ഞ സത്യമാർഗത്തിൽ പ്രവേശിച്ച ആളുകളായിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ള രീതിയിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അയ്യുനാലായ റസൂലുള്ള, ഞങ്ങളെ കൂട്ടത്തിൽ ആരാണ് ദുൽമ ചെയ്യാത്തതെന്ന് വെച്ചപ്പം പ്രവാചകർ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് വേറൊരു ആയത്തിലൂടെയാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് വമൻ ദല്ലദീ, അപ്പൊ അതിന്റെ ആശയം വായിക്കണേ, അന്നൽ മുറാദു ബി കലിമത്തി ദുൽം ഐ കാണുന്നുണ്ടല്ലോ അല്ലേ, ഐ ഐ ളുൽമുൻ ലിന്നഫ്സി ബിൽ മഅസിയ, തെറ്റ് ചെയ്യുന്ന രീതി, അതായത് സ്വന്തത്തോട് തെറ്റ് ചെയ്യുന്ന ളുൽമുൻ ലിന്നഫ്സി ബിൽ മഅസിയ, അതായത് നമ്മളെ എന്തെങ്കിലും ധിക്കാര പ്രവർത്തനങ്ങൾ, അള്ളാഹിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദുൽമല്ലേ. വമൻ ദല്ലദി യുസ്ലിം മിൻ ദാലിക്, ആരാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്? ഫശഖ്ഖ ദാലിക അല സഹാബത്തി, അത് സഹാബികൾക്കൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് മാറി. വഖാല, എന്നിട്ട് അവർ പറഞ്ഞു, അയ്യുന ലാ യദ്ലിം നഫ്സഹു, ആരാണ് സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഫബയ്യന ലഹും റസൂലു അൽ കരീം, അപ്പൊ അള്ളാഹിന്റെ പ്രവാചകർ പറഞ്ഞു കൊടുത്ത എന്താ, അന്ന അൽദുൽമു ഹുന ഹുവ ശിർക്ക് ഇന്ന ശിർക ലദുൽമുൻ അദീം, ലുഖ്മാനുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഷിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സോറി, ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ് എന്ന് അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അതിന്റെ വിഷയത്തിന്റെ ഒരു അനിവാര്യതയാണ്. ഓക്കെ. അതേപോലെ തന്നെ വേറെയും ഉദാഹരണങ്ങളുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് അമ്രു ബിൽ മഅറൂഫ് എന്നുള്ള വിഷയത്തിൽ ആളുകളെ പിന്നോട്ട് നിന്നപ്പോ, അതായത് ആളുകള് ഈ ആയത്തിനെ വല്ലാതെ നല്ല രീതിയിൽ മനസ്സിലാക്കിയില്ല എന്നാണ് അബൂബക്കർ എന്ത് ചെയ്തിട്ടുള്ള ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ്, അയ്യുഹന്നാസ് ഇന്നക്കും തഖറഊന ഹാദിഹിൽ ആയ, അല്ലെ ജനങ്ങളെ, നിങ്ങൾ ഈ ആയത്ത് ഓതുന്നുണ്ട്, അല ഗൈരി വജിഹിഹ, എന്നിട്ട് അതിനെ നിങ്ങൾ വിശദീകരിക്കുന്നത്, അല്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, തഅ്വീൽ നടത്തിയിട്ടുള്ളത് അതിന്റെ ശരിയായ രീതിയിലല്ല.
അതായത് ആയത്തെ യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസുക്കും ലാ യദുർറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. നിങ്ങൾ സന്മാർഗത്തിലായാൽ വഴിപിഴച്ചു പോകുന്ന ആളുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഉപദ്രവിക്കാൻ പോകുന്നില്ല. അത് അവരുടെ ഉപദ്രവം നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള ആശയം മനസ്സിലാക്കുന്നത് ഞാൻ മാത്രം നന്നായാൽ മതി, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ കയറി പോയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ അത് ശരിയല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു തഅ്വീല് ശരിയല്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇന്നീ സമയത്ത് എന്നിട്ട് അതിനെ വിശദീകരിക്കുന്ന എന്താണ്, ഇന്നീ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നന്നാസ ഇദാ റഔ അദ്ദാലിം, ജനങ്ങൾ ഒരു അക്രമിയെ കാണുകയില്ല, ഫലം യഖുദു അലാ യദിഹി, അവന്റെ കൈ പിടിച്ച് തടഞ്ഞിട്ടില്ലെങ്കിൽ, ഔഷക അൻ യഉമ്മഹുമുല്ലാഹു ബി ഇഖാബി മിൻ ഇൻദിഹി, ആ സമൂഹത്തിന് മുഴുവൻ അള്ളാഹിന്റെ ശിക്ഷ ഒരു പക്ഷെ വന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ അന്നഹു അവരിതുകൊണ്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ രീതിയിൽ ജീവിച്ചാൽ മതി, അമ്ർ ബിൽ മഅറൂഫ് വേണ്ട, നഹി അനിൽ മുൻകർ വേണ്ട, അല്ലെങ്കിൽ പിന്നെ അക്രമത്തിനെ തടയാൻ നമ്മൾ പോകേണ്ടതില്ല എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ മനസ്സിലായി, തെറ്റായ ഒരു ധാരണ അതിലുണ്ടായി. അപ്പൊ അതിനെ തിരുത്തുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഒരു സംഭവത്തിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാള് പിന്നെ കള്ളു കുടിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാല് ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹുൻ ഫീമാ തഇമു ഇദാ മത്തഖൗ വആമനു വഅമിലു സ്വാലിഹാത്തി ثم اتقوا وآمنوا ثم اتقوا وأحسنوا الله അഹ്സനു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ ഇതില് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവര് രുചിച്ചതിനെ കുറിച്ചിട്ട് എന്തില്ല അവർക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥങ്ങളൊന്ന് വിശദീകരണം നോക്കണേ, അതിന് സമയമില്ലാത്തതുകൊണ്ട് ഒക്കെ ഓരോ വാക്കിന്റെ അർത്ഥം പറയുന്നില്ല, പ്രധാനപ്പെട്ട മാത്രം പറയണം. അതായത് ഇവിടെ പറയുന്നത് പിന്നെ അവർ രുചിച്ചു നോക്കിയതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് അവർ നേരത്തെ രുചിച്ചതിൽ പ്രശ്നമില്ല എന്നാണ് അതിന്റെ ആശയം. എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സഹാബി എന്ത് ചെയ്തിരുന്നു പറഞ്ഞാൽ അദ്ദേഹം പിന്നെ കള്ള് കുടിക്കുകയും എന്നിട്ട് ഈ ആയത്ത് അതിന് അതായത് നമ്മൾ ഈമാനും ഇഖ്ലാസും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് കള്ളു കുടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി. അപ്പോ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, നിശ്ചിതമായിട്ട് വിമർശിക്കുകയും അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു സംഭവം ഇതൊക്കെ എന്ന് പറഞ്ഞാല് തെറ്റായ വ്യാഖ്യാനങ്ങൾക്കുള്ള സാധ്യതകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഖുർആൻ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ തഫ്സീറുകൾ നമുക്ക് പിന്നെ അനിവാര്യമാണ് എന്നുള്ളത് നമുക്ക് അതിന്റെ ആശയങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 4 രീതിയിലാണ് തഫ്സീറുകളെ എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് തഫ്സീർ അല അർബഅത്തി അജ്ഹ്, 4 രീതിയിലാണ് തഫ്സീർ. ഒന്ന് വജഹുൻ തഅരിഫുൽ അറബു മിൻ കലാമിഹ, അറബികൾക്ക് അത് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. തഫ്സീറുൻ ലാ യഅ്ദുറു അഹദുൻ ബിജഹാലതിഹി, രണ്ടാമത്തെന്ന് പറഞ്ഞാല് പിന്നെ അവന് എന്താണ് അവനറിയാത്തത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കിട്ടാത്ത പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അതിന്റെ രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് മനസ്സിലാവുന്നത് തന്നെ, എന്നാൽ ചില വിഷയങ്ങൾ മാത്രം അറിയാത്തത് ഉണ്ടാവും, അതിന്റെ മാത്രം വിശദീകരണം കിട്ടുന്നുണ്ടാവും. മൂന്നാമത്തത് തഫ്സീറു യഅലമുഹുൽ ഉലമ, മൂന്നാമത്തെന്ന് പറയുന്നത് പണ്ഡിതന്മാർക്ക് മനസ്സിലാവുന്ന ആശയങ്ങളായിരിക്കും. നാലാമത്തത് തഫ്സീറുൻ യഅലമുഹു ഇല്ലല്ലാഹ്, അതിന്റെ നാലാമതൊരു വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ചില വിഷയങ്ങളായിരിക്കും. അപ്പൊ അതിൽ ഒന്നാമത്തെ പറയുകയാണെങ്കിൽ അന്നൽ ഖുർആന നസല ബിലിസാനുൽ അറബ്, ജനങ്ങൾ ലിസാനുൽ അറബ് അറബി ഭാഷയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. വഹോ ജാ അല മഅഹൂദി കലാമിഹിം, അത് ജനങ്ങളുടെ പിന്നെ സംസാര ഭാഷയൊക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് എന്തിട്ടുള്ളത് അത് ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ആ രീതിയിലുള്ള വാക്കുകളും വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും, പിന്നെ അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കിനെ വേറെ അർത്ഥത്തിലൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. അത്തരത്തിലുള്ള സംഗതികളൊക്കെ അവർക്ക് എന്ത് ചെയ്യും, എളുപ്പത്തിൽ മനസ്സിലാക്കും. അതാണ് ഒന്നാമത്തെ രീതി. അത് വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഹുവ മാക്കാന വാദിഹൻ ബിഹൈസു യതബാദറു ഇലൽ അദ്ഹാനി മഅരിഫതഹു ദൂന ഹാജത്തിൻ ഇലാ കദ്ദിദ്ദിഹിൻ വഇജ്ഹാദിൽ അഖ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ എന്തല്ല വല്ലാണ്ട് പിന്നെ ഗഹനമായ പഠനവും അല്ലെങ്കിൽ ഇസ്തിംബാത്ത് അപഗ്രഥനമൊന്നും നടത്തണമെന്നില്ല, കുറെ തെളിവുകൾ ഉദ്ധരിച്ചൊന്നും നോക്കേണ്ടതില്ല. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാലൊക്കെ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഭാഗമായിരിക്കും രണ്ടാമത്തത്. അപ്പം പിന്നെ മക്കാന മിൻ അസാസിയാത്തി ദീനി ബിഹൈസു ലാ യഅ്ദുറു അഹദുൻ ബിൽ ജഹ്ലി ബിഹി,
അതായത് അത് ദീനിന്റെ അടിസ്ഥാനങ്ങളാണ്, ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒതുറും പറഞ്ഞ് പോകാൻ കഴിയില്ല. അതാണ് അവിടെ ലാ യദുറു അഹദൻ ബി ജഹാലത്തിഹി എന്ന് പറഞ്ഞത് കേട്ടോ. ലാ യദുറു അഹദൻ എന്ന് പറഞ്ഞാൽ ആർക്കും അതിന് ഒഴിവഴിവ് പറയാൻ പറ്റില്ല, അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റാത്തൊരു വിഭാഗം സാധനങ്ങൾ. ഓക്കെ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഈ പറഞ്ഞതുപോലെ എന്താണ്, എല്ലാവർക്കും അതിന്റെ ആശയങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അത് മനസ്സിലാക്കുന്നത് ആരായിരിക്കും എന്ന് പറഞ്ഞാല് ഈ വിഷയങ്ങളായി പഠിച്ച പണ്ഡിതന്മാരായിരിക്കും. അതാണ് നമ്മളിപ്പോ കാണുന്ന പല തഫ്സീറുകളും പല തഅ്വീലുകളും ഒക്കെ ആയിട്ട് നടത്തുന്നത്. പിന്നെ നാലാമത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ ലാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം. അതിന്റെ തഅ്വീൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള ഗൈബി ആയിട്ടുള്ള കുറെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതാണ് നാലാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ പിന്നെ തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അനിവാര്യമായിരിക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്, ഭാഷയുള്ള പരിജ്ഞാനം എന്നുള്ളത്. അപ്പൊ അറബി ഭാഷ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിയിൽ തഫ്സീറുകളും രചിക്കുവാനും. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. ഇത്രയും വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൂന്ന് രീതികളിൽ എന്താണ് തഫ്സീർ ആവശ്യമാണ് എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പിക്കാം. എന്താണ് സിനാഅത്തു തഫ്സീർ ഖദ് ജാസത് അഷ്റഫ് മിനൽ ജിഹാത്തി സലാസ. മൂന്ന് വിഷയങ്ങളിൽ അല്ലെ മൂന്ന് തലത്തില് അതെന്താണ് വളരെ ഷറഫുള്ള ഒരു പണിയാണ് ഈ പറഞ്ഞ തഫ്സീർ രചന എന്നുള്ളത്. ഒന്ന് പിന്നെ ജിഹത്തുൽ മൗദു, വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അതിന്റെ വിഷയം എന്താണ്, മൗദു കലാമുള്ള അള്ളാന്റെ ഗ്രന്ഥമാണ് അതിന്റെ വിഷയം എന്ന് പറയുന്നത്. അതില് പിന്നെ എല്ലാ ഹുക്കുമുകളുടെയും ഉറവ അവിടെയാണ്. എല്ലാത്തിന്റെയും ഖനി, എല്ലാ പിന്നെ ഫദീലത്തിന്റെയും ഖനി അതാണ്. ഏഹ് അതിൽ നിന്നാണ് പിന്നെ മുമ്പുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറയെ കുറിച്ച് പറയുന്നത്, അവർക്കിടയിൽ ഉണ്ടാവേണ്ട നിയമങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ അങ്ങനെ അതിന്റെ അത്ഭുതങ്ങൾ എന്ത് ചെയ്യില്ല, ഒടുങ്ങുകയില്ല. അപ്പൊ അത്തരം ആ ഒരു ഗ്രന്ഥമാണ് എന്ത്, ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, തഫ്സീറിന്റെ വിഷയം. അതുകൊണ്ട് അതെന്താണ്, ആ രീതിയിൽ ഒരു ഷറഫുള്ള വിഷയമാണ്. ഷറഫുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പവിത്രമായിട്ടുള്ള വിഷയമാണ് തഫ്സീർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ലക്ഷ്യം നോക്കുകയാണെങ്കിൽ, ലക്ഷ്യം എന്താണ്, الاعتصام بالعروة الوثقى والوصول إلى سعادة الحقيقة التي لا تفنى. നശിച്ചു പോവാത്ത, ഒരിക്കലും നശിച്ചു പോവാത്ത ഒരു സആദ അൽ അബദിയ ഉണ്ട്, എന്നെന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷം. ആ സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ എന്തിലൂടെ ചെയ്യും, തഫ്സീർ രചനയിലൂടെയൊക്കെ ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാല് പിന്നെ ആളുകളെ എന്ത് ചെയ്യണം, ഈ പിന്നെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു ശ്രമം നടക്കുന്നത് ഈ തഫ്സീറിലൂടെയാണ്. ഇനി മൂന്നാമത്തത് പിന്നെ വളരെ അനിവാര്യതയുള്ള ആവശ്യം, ഷിദ്ദത്തുൽ ഹാജത്ത്, അങ്ങേയറ്റമുള്ള ഇതിനോടുള്ള ഒരു ആവശ്യം, ആഗ്രഹം, അതാണ് ഇതിന്റെ ഫضല് വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നത്. കാരണം ലിഅന്ന കുല്ലു കമാലിൻ ദീനിയിൻ ഔ ദുനിയവിൻ ആജിലിൻ ഔ ആജിലുൻ, വളരെ പെട്ടെന്നുള്ളതോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള എല്ലാ പൂർണ്ണതയും, ദീനിന്റെയും ദുനിയാവിന്റെയും പൂർണ്ണത എത്തുന്നത് എന്താണ്, പിന്നെ ഉലൂമു ശർഈ എന്ന് പറഞ്ഞാല് നിയമവ്യവസ്ഥകളൊക്കെ അറിയുക, അള്ളാന്റെ നിയമവ്യവസ്ഥകൾ അറിയുകയും അള്ളാന്റെ ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് പൂർത്തിയാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അതായത് ദീനിന്റെയും ദുനിയാവിന്റെയും പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, അള്ളാന്റെ കലാമിന്റെ ആവശ്യമുണ്ട്, അള്ളാന്റെ കലാമിനെ കുറിച്ചുള്ള അറിവുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനോട് അങ്ങേയറ്റം തഫ്സീർ എന്നുള്ള വിഷയത്തെ നമ്മൾ ആശ്രയിക്കാൻ നമ്മൾ അനിവാര്യത, അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങേയറ്റം ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടും എന്താണ് തഫ്സീർ ഒരു പവിത്രമായിട്ട് നിൽക്കുന്ന ഷറഫാക്കപ്പെട്ട ഒരു ഇൽമായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു തഫ്സീറിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉലൂമുൽ ഖുർആനും ബാക്കിയുള്ളതൊക്കെ പഠിക്കുന്നത്. ആ തഫ്സീറിന്റെ ഒക്കെ ഒരു പിന്നെ പാർട്ടാണ് എന്ത്, ഈ പറഞ്ഞ ഉലൂമുൽ ഖുർആൻ, അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ കൂടുതൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാം. അള്ളാഹു കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.